அப்போ இந்தியாவில் உயிரோடு இருக்கிற ஒரே ஒரு கிராண்ட் சார். 2 பேர், ஒன்று நான், என் மகள் வெற்றி. இஸ் ஆல்சோ கிராண்ட் சன். உலகத்திலேயே மிகப்பெரிய விடைக்கா. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൂക്കസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. സോ ഗൈസ്, നമ്മൾ വന്നിരിക്കുന്നത് ഒരു ടൂർണമെൻറ്റ് ഗെയിം പ്ലേ ആയിട്ടാണ് കേട്ടോ. സോ നമ്മളുടെ കഴിഞ്ഞ സീരീസ് ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ ഇന്ത്യൻ ഇ ഫുട്ബോൾ ഫെഡറേഷൻ നടത്തുന്ന നമ്മുടെ DRZ കപ്പ്. സോ നമ്മുടെ ഓപ്പോണ്ട് എന്തായാലും വന്നിട്ട് നമ്മുടെ സെനോൺ ഇ സ്പോർട്സിനൊപ്പാണ് ഇന്നത്തെ കളി. ഓക്കെ, അവധൂത്ത് നട്ടാളുടെ പേര് 2000 റാങ്കിങ് ഒക്കെ ഉണ്ട്. സോ നമുക്ക് എന്തായാലും നോക്കി നോക്കാം ഇന്നത്തെ ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ എന്താവുമെന്ന്. സോ സെനോൺ അറിയാമല്ലോ, അത്യാവശ്യം നല്ല ക്ലാൻ തന്നെയാണ്, കുഴപ്പമില്ല, അത്യാവശ്യം നല്ല പ്ലേയേഴ്സൊക്കെ ഉണ്ട്. സോ നമ്മുടെ ഗ്രൂപ്പ് സ്റ്റേജത്തെ ഒരു മത്സരം ഉണ്ട്, അവസാന മത്സരം വേണമെങ്കിൽ പറയാം. സോ എന്തായാലും നമുക്ക് നോക്കിയോ ഗൈസ് ഇന്നത്തെ ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ എന്താവുമെന്ന്. അവധൂത്ത് എന്നാണ് ആളുടെ പേര് കേട്ടോ ഓപ്പോണ്ടിൻ്റെ. അപ്പോൾ കുഴപ്പമില്ലാത്ത ഓപ്പോണ്ട് വിചാരിക്കുക 2000 റേറ്റിംഗ് ഒക്കെ ഉള്ള റാങ്കിങ് ഒക്കെ കയറിയുള്ളവനാണ്. അപ്പോൾ അത്യാവശ്യം കിട്ടില്ലാന്ന് വിചാരിക്കുന്നു. നമ്മുടെ DRZ കപ്പാണ് കേട്ടോ, നമ്മുടെ ഇന്ത്യൻ ഇ ഫുട്ബോൾ ഫെഡറേഷൻ നടത്തുന്നത്. സോ ജേഴ്സി ഇതൊക്കെ മതി, സെറ്റ് തന്നെയാണ്. ഓക്കെ, നമ്മുടെ സ്കോഡ് 4-2 ആണ് ഫോർമേഷൻ ഉപയോഗിക്കുന്നത് കേട്ടോ ഇപ്രാവശ്യം. കുഴപ്പമില്ല. അപ്പോൾ ഓക്കെ, വേണ്ടേക്കിൻ്റെ പ്ലെയർ ഓഫ് ദി CV ഉണ്ടോ? എടാ ഇവൻ എന്തത്? മറ്റേ സ്ക്രിപ്റ്റിങ് ഇട്ടാണ്ടിരിക്കാനുള്ള ടാക്റ്റിക്സ് ആണോ എൻ്റെ 3 0GB പ്ലേസിനെ പിടിച്ചിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും നോക്കി നോക്കാം ഇന്നത്തെ ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ എന്താവുമെന്ന്. സോ നോക്കി നോക്കണം, പരമാവധി എന്തായാലും വിൻ എടുക്കണം. കുറച്ച് ടൈറ്റാണ് പറഞ്ഞു, പ്ലേയേഴ്സൊക്കെ അവരുടെ ടൈറ്റാന്ന് തന്നെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും സ്കോർ ചെയ്യുക, അതാണ് മെയിൻ ലക്ഷ്യം. ഓക്കെ, സോൺ സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മാക്സിമം സ്കോർ ചെയ്യണം ഗൈസ്. ഞാനപ്പോൾ കഴിഞ്ഞ കളി ഡ്രോ ആയി ഉണ്ടായത്, അതിൻ്റെ മുന്നത്തെ കളി ജയിച്ച്, പിന്നെ ഈ കളിയാണ് കളിക്കണത്. ഓക്കെ, അതിനിടയ്ക്ക് 2 കളിയൊക്കെ നടന്നു ഞാൻ, പക്ഷേ അതിൽ കളിച്ചേർന്നില്ല, നമുക്ക് സബ്ബായിരുന്നു, ടൈമില്ലാത്തതുകൊണ്ട് വേറെ ആളാണ് കളിച്ചത്. സോ എന്തായാലും കപ്പിലോ നമ്മുടെ മാനേജർ ബാക്കത്തെ VFX ഇപ്പോഴും പോരാ, സ്റ്റേഡിയത്തിൽ ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കുമ്പോൾ അതൊരു വൃത്തിയാണ്, അത് അവർ റെഡിയാക്കാൻ തന്നെ വേണം. അപ്പോൾ എന്തായാലും ഗൈസ് വിന്നെടുക്കുക, അതന്നെ ലക്ഷ്യമുള്ളൂ. അപ്പോൾ എന്തായാലും നോക്കി നോക്കാം. ഓക്കെ, ഓവൻ്റെ ടച്ചാണ് കേട്ടോ ഗൈസ്. ഓക്കെ, പിർലോ, റൈക്കാർഡ്, റൂമിനിങ്, മെസ്സി. ഓക്കെ, മെസ്സി ആണ് കേട്ടോ ഗൈസ്. മെസ്സി ഫേക്ക് ഷോട്ടിട്ട് കൊണ്ട് ഞാൻ ബോസ് കോട്ട് എടുത്ത്. ആൻഡ് ഇറ്റ്സ് നെഡ്വേഡ്, സിദോർഫ്. ഓക്കെ, സിദോർഫാണ്. പാസ്റ്റ് റൊണാൾഡോ. ഓക്കെ, നൈസ്. ആൻഡ് ഇറ്റ്സ് റൂമിനിങ്. ഓക്കെ, ഡബിൾ ടച്ച് ഇടാം. ഓക്കെ, അടുപ്പിച്ചോക്കാം. റൂമിനിങ്. എടാ ബോറിടോ, ഷേടോ കിടില ഷോട്ടായിരുന്നു, ബട്ട് ബാർ ക്രോസ് ബാർ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്ത് ഗൈസ്. ഓക്കെ, ബെറേസി. ആൻഡ് ഇറ്റ്സ് എടാ നെക്സ്റ്റ് അഡ് ചെയ്ത് ഏഷ്യൻ. ഓക്കെ, വിയേരയാണ്. ആൻഡ് ഇറ്റ്സ് തൂറം. ഓക്കെ, മെസ്സി, സിദോർഫ്, റൊണാൾഡോ അഡ് ചെയ്താണ്. ഓക്കെ, റൂമിനിങ് ആണ് ഗൈസ്. ഓക്കെ, ഫേക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, റൂമിനിങ് ആൻഡ് ഇറ്റ്സ് റൊണാൾഡോ. എടാ ചാൻസസ് കിട്ടുന്നുണ്ട് കേട്ടോ ആദ്യം തന്നെ, കുഴപ്പമില്ല, അത്യാവശ്യമുള്ള ചാൻസ് തന്നെ ആയിരുന്നു രണ്ടാമത്തെയും, ബട്ട് ബ്ലോക്ക് കിട്ടുവാൻ. എന്തായാലും കോർണർ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, കോർണറാണ്. ഓക്കെ, ലയണൽ മെസ്സിയാണ്. നമുക്ക് എന്തായാലും ഉള്ളിക്ക് കളിയാം. ഓക്കെ, ആൻഡ് ഇറ്റ്സ് റൊണാൾഡോ. റൊണാൾഡോ കണക്ഷൻ വന്നില്ല. ഓക്കെ, അവൻ്റെ റൊണാൾഡോ ആണ്. ആൻഡ് ഇറ്റ്സ് റൊണാൾഡോ അഗെയിൻ. എൻ്റെ പൊന്നെ അവിടെ ആളില്ലല്ലോ. ക്രൂയിഫാണ് ഗൈസ്. ഓക്കെ, ക്രൂയിഫാണ്ടോ. സിദോർഫിനെ തൂറത്തിനെ ഒരുമിച്ച് കൊണ്ടുപോണ്ട്. ഫേക്ക് ഷോട്ട് ഇട്ട് ആൻഡ് അടിപൊളി. അപ്പോൾ ആദ്യം തന്നെ അവൻ ഗോൾ അടിച്ചിരിക്കുകയാണ്. നമ്മുടെ കോർണറിൽ നിന്ന് നേരെ വന്ന് ഇവിടെ ഗോളായിട്ടുണ്ട് ഗൈസ്, കുഴപ്പമില്ല. സോ റൂമിനിങ്. ആൻഡ് ഇറ്റ്സ് സിദോർഫ്, റൈക്കാർഡ്. ഓക്കെ, റൂമിനിങ് ആണ്. നെഡ്വേഡ്. ഓക്കെ, എടാ ഡബിൾ ബാർ ഇട്ട് കളിക്കുന്നുണ്ടല്ലോ അവൻ. അവിടെ എന്താ ഫസ്റ്റ് ടച്ച് ആയതുകൊണ്ടായിരിക്കും മേ ബി. ഓക്കെ, അമ്മ എടുത്തിട്ടുണ്ട് ഗൈസ്. തൂറം. ആൻഡ് ഇറ്റ്സ് സിദോർഫ്. ഓക്കെ, മെസ്സി, തൂറം. എടാ അവൻ ഡബിൾ ബാർ ഒന്നും മാറ്റണില്ല കേട്ടോ. ഓക്കെ, റൊണാൾഡോ. ആൻഡ് ഇറ്റ്സ് ക്രൂയിഫാണ്. ഓക്കെ, ക്രൂയിഫ് അഗെയിൻ. പിർലോ. എടാ ബാക്ക് പൊട്ടല്ലേ എൻ്റെ പൊന്നെ. റൊണാൾഡോ ആണ് ഗൈസ്. ഓക്കെ, ഭാഗ്യം, രക്ഷപ്പെട്ട്. എടാ ഫുൾ ടൈം ഓക്കെ, ഡബിൾ ബാർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ഞാൻ വെച്ച് പേടിച്ചു പെട്ടെന്ന്. ഓക്കെ, നെഡ്വേഡ്. ആൻഡ് ഇറ്റ്സ് റൂം. ഓക്കെ, എത്തിയില്ല. ഓക്കെ, ഡിക്സൺ ആണ് ഗൈസ്. ഡിക്സൺ ടു വാൻഡേക്ക്. ആൻഡ് എടാ മൾഡിനെ അടി തന്നെ. ഓക്കെ, നൈസ് വൺ. നെഡ്വേഡ്. ആൻഡ് ഇറ്റ്സ് റൂമിനിങ്. ഓക്കെ, റൊണാൾഡോ. ഓക്കെ, റൂമിനിങ്. പന്തെത്തിയില്ല. ഓക്കെ, സിദോർഫാണ്. എടാ ഓക്കെ, നെഡ്വേഡ് എടുത്തിട്ടുണ്ട് ഗൈസ്. നൈസ് ടാക്കിൾ. ഓക്കെ, റൊണാൾഡോ. ഓക്കെ, നെഡ്വേഡ് റൺ എടുക്കുന്നുണ്ട്.
ആൻഡ് ഇറ്റ്സ് നെഡ്വേഡ് കട്ട് ബാക്ക്. ഏയ്ഷേ കോർണർ അല്ല. ഓക്കെ അവൻ പോസ് ചെയ്തിട്ടുണ്ട്, എന്തിനറിയില്ല കേട്ടോ, എന്ത് വെച്ചിന്നാവോ. അവൻ പോസ് ചെയ്തിക്കാണ് ഗൈസ്. ഓക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഷായിൻ തന്നെ ഒരു മഴങ്ങി, അവൻ്റെ ഫേക്കിൽ ഞാൻ പോയി. അല്ല എന്തായാലും റണ്ണെടുത്ത് പോവല്ലെങ്കിലും ഉറപ്പാണ് ആ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. ഓക്കെ ഒലിവർ ഖാനാണ് ഗൈസ്. ആൻഡ് ഇറ്റ്സ് വാൻ ഡൈക്ക്. ഓക്കെ അഗൈൻ ഡിക്സൺ. ഓക്കെ അഗൈൻ ലയണൽ മെസ്സി. ആൻഡ് ഇറ്റ്സ് റൂമിനിങ്. പിർലോ. ഓക്കെ കോസ്റ്റക്കോട്ടെ. ആൻഡ് ഇറ്റ്സ് പിർലോ അഗൈൻ. റൈക്കാർഡ്. പിർലോ എടുക്കടാ. ഓക്കെ റൊണാൾഡോ ആണ്, ഭാഗ്യം ബ്ലോക്ക് ഇട്ടു. ആൻഡ് ഇറ്റ്സ് റൂമി. പറി ഗായ്സ് 2-0 ആദ്യം തന്നെ തൊള്ളയ്ക്ക് അടിച്ച് കിട്ടിയിട്ട് പറയാം. സോ 2-0 ലീഡാണ് ഓൻ. ഷെഡേ എന്തൊരു കഷ്ടമാണ്. ഓക്കെ സിദോർഫ്. ആൻഡ് ഇറ്റ്സ് നെഡ്വേഡ്. ഓക്കെ വീണ്ടും ഡബിൾ ബാർ ഇട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടച്ചിൽ കൊണ്ടുവരുന്നതാണ് നമ്മൾ കൂട്ടേണ്ടത്. നല്ല ടാറ്റിക്സാണ്. ഓക്കെ തൂറംകാരൻ ഫസ്റ്റ് ടച്ച് കുറേ പേര് അങ്ങോട്ട് ലോങ് ഇട്ട് കളിക്കുമ്പോൾ ഡിഫൻസ് ചിലപ്പോൾ ഓടി കിട്ടിയെന്ന് വരില്ല. ആ നേരത്തെ ഡബിൾ ബാറാണ് നല്ലതാണ്. ഓക്കെ സിദോർഫ്. ആൻഡ് ഇറ്റ്സ് റൊണാൾഡോ. ഓക്കെ നെഡ്വേഡ് ആണ്, ടേൺ എടുത്തിട്ടുണ്ട്. നൈസ് വൺ നെഡ്വേഡ്. ഓക്കെ ഒന്നൂറ് ഫേക്ക് ഷോട്ട് ഇട്ടാ. ഓക്കെ ക്രോസ് കൊടുക്കാം. ആൻഡ് ഇറ്റ്സ് റൊണാൾഡോ. എടാ അത് പോയി. ഓക്കെ ഒലിവർ. ഇവൻ പക്ഷേ ഡബിൾ ബാർ മാറ്റണം. ഹാഫ് ടൈം അവറായി, പിന്നെ അത് കുഴപ്പമില്ല. 2 ഗോൾ ഡൗണാടാ പറി. ഓക്കെ ആയി സമയത്തിൻ്റെ സിദോർഫ്. ആൻഡ് ഇറ്റ്സ് നെഡ്വേഡ്. ഓക്കെ ഫസ്റ്റ് ഹാഫ് എന്തായാലും അവൻ 2 ലീഡാണ്. ബ്ലിറ്റ്സ് മാസ്റ്റർ എന്നാണ് അവൻ്റെ പേര്. ഓക്കെ സോ 4 ഷോട്ട് 3 ടാർഗറ്റ് 2 ഷോട്ട് ടാർഗറ്റ്. നമ്മുടെ ആ ഫസ്റ്റത്തെ 2 അറ്റംപ്റ്റ് തന്നെ ഉണ്ടായിരുന്നല്ലോ, അത് കഴിഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും 2 ഗോളിന് ഡൗൺ ആനായി. സെക്കൻഡ് ഹാഫ് എങ്ങനെയൊക്കെ തിരിച്ചടിക്കണം, കംബാക്ക് അടിക്കുന്നതിനെ പ്രതീക്ഷിക്കാം. നോക്കിയോട്ടെ, ചെറുതായിട്ടൊരു പേടിയാണ് ചെക്കൻ ഡബിൾ ബാർ ഇടുമെന്ന്. ഓക്കെ റൂമിനിങ്. ആൻഡ് ഇറ്റ്സ് വിയേര. ഓക്കെ റൂമിനിങ്. ക്രൊയ്ഫാണ്. ആൻഡ് ഇറ്റ്സ് റൊണാൾഡോ. ആൻഡ് റൊണാൾഡോ അഗെയിൻ റൺ എടുക്കേണ്ട ഗൈസ്. നെക്സ്റ്റ് ഉണ്ട് ഒപ്പം ഈ ഫേക്ക് ഷോട്ട് റൺ ഉണ്ട് കേട്ടോ. എടാ ക്ലിയർ ചെയ്തേ, ഭാഗ്യം. ഞാൻ കയറി വിചാരിച്ചു, റൂമിനിങ് വന്ന് ടച്ച് ആക്കി ഉണ്ടായിരുന്നു ഗൈസ്, ഭാഗ്യത്തിന് കയറിയില്ല. ഓക്കെ എടാ ഇവൻ ഡബിൾ ബാർ ആണല്ലോ ഫുള്ള്, ഡബിൾ ബാർ ഡിഫൻസ് തന്നെയാണല്ലോ. ക്ലിയർ ചെയ്ത മുച്ച. എടാ ക്ലിയർ, ഭാഗ്യം സ്റ്റായി. ഓ ഡയറക്റ്റ് ഇത് ഗോൾ കീപ്പറാണ് രക്ഷപ്പെട്ട്. ഓക്കെ റൊണാൾഡോ ആണ് ഗൈസ്. ആൻഡ് ഇറ്റ്സ് വാൻഡൈക്ക്. അല്ല സോറി റൂമിനിങ്. ഓക്കെ വാൻഡൈക്ക് ഒന്ന് എടുത്ത്. എടാ ഹെഡ് ചെയ്ത് തന്നെ. ഓക്കെ മെസ്സി. ആൻഡ് നമ്മൾ മിസ്രേലിനാണ് വന്നത് ഗൈസ്. ഓക്കെ റൈക്കാർഡ്. ആൻഡ് ഇറ്റ്സ് സിദോർഫ്. റൊണാൾഡോ. പന്തെടുക്കറാ. പിർലോ. ഓക്കെ റൊണാൾഡോ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ വിയേര. ആൻഡ് ഇറ്റ്സ് മെസ്സി. ഓക്കെ റൂമിനിങ് ആണ് ഗൈസ്. നൈസ് റൂമിനിങ് ആണ്. ഓക്കെ നെഡ്വേഡിന് വെക്കാം. നെഡ്വേഡ്. ഓക്കെ റൂമിനിങ് വെച്ചിട്ടുണ്ട്. ഓക്കെ റൊണാൾഡോ. ഓക്കെ ഡബിൾ ടച്ച് വന്നില്ല, പിന്നെ എയർ ബോൾ ആയിരുന്നു, അത് കൺട്രോൾ ആക്കാൻ പറ്റിയില്ല. ഓക്കെ സിദോർഫിനെയാണ് ഗൈസ് ഡബിൾ അടുപ്പിച്ചോ കാർ. ആദ്യം ഡബിൾ ടച്ച് ഉറക്കായില്ലടാ, പിന്നെ ഫേക്ക് ഷോട്ടിക്ക് പോയിനെ. ഓക്കെ തൂറ അടി തന്നെ. തൂറം. നൈസ് വൺ. ഓക്കെ നെഡ്വേഡ്. ഓക്കെ മെസ്സി. ഭാഗ്യമുണ്ട് സ്റ്റാ, ഞാനത് അടിക്കാൻ കൂടി വെച്ചില്ല വിചാരിച്ചാ. മെസ്സി ബാക്കിലിനപ്പോൾ പെട്ടു വിചാരിച്ചേ. ഓക്കെ മാൾഡീന കേട്ടോ, എഡി തന്ന മാൾഡീനി. ഓക്കെ നൈസ് വൺ. ആൻഡ് ഇറ്റ്സ് റൊണാൾഡോ. എടുത്തിട്ടുണ്ട് മെസ്സി. ഓക്കെ റൂമിനിങ്. ആൻഡ് ഇറ്റ്സ് റൊണാൾഡോ. എടാ ഫുള്ള് ഡബിൾ ബാറാണ് കേട്ടോ അവൻ. ഫസ്റ്റ് ഹാഫിൽ ഇട്ടായിരുന്നു അവൻ. എന്താണ് ഇത് ഭായി ഇങ്ങനെ ഡബിൾ ബാർ ഇടുന്നത്? കുഴപ്പമില്ല, മിണ്ടാണ്ടിരിക്കുക അല്ലാണ്ട് ഭാഗില്ല. ഓക്കെ റൊണാൾഡോ ആണ് ഗൈസ്. ഡബിൾ ടച്ച്. എടാ വീക്ക് ഷോട്ട്. എടാ എന്താ ഡബിൾ ബാറിൻ്റെ ഡബിൾ ബാറോ? എടാ അവസാനം വിളിച്ചേക്കിനെ ഫോട്ടോ വയ്ക്കിയത് എന്താണ് ഇത്? ഫുൾ ടൈം ഇടണ പോലെ. ഓക്കെ നെഡ്വേഡ്. 2 ഗോൾ ലീഡുണ്ട്. അവനെ സേഫ് ആക്കാനല്ലേ നോക്കുള്ളൂ അല്ലേ. ഓക്കെ നൈസ്. എടാ മിസ് പാസ്. അത് ഡബിൾ ബാർ ഇട്ടേ എങ്ങനെ പോലും ഇറങ്ങി നിൽക്കുമല്ലോ മൂഞ്ചി. മുത്തേ ഗോൾ അടിച്ച് കഴിഞ്ഞാൽ ഭാഗ്യം. 2 അടിക്കണം, അതാണ് സീൻ. ഓക്കെ സിദോർഫ്. ആൻഡ് ഇറ്റ്സ് റൂമിനിങ്. ഓക്കെ റൊണാൾഡോ റൺ എടുക്കുന്നുണ്ട്. ഓക്കെ റൊണാൾഡോ അടിപ്പിച്ചോക്കെ. റൊണാൾഡോ. ഗൈസ് ഒരെണ്ണം അടിച്ചിട്ടുണ്ട്, ഒരെണ്ണം കൂടി അടിക്കണം. ബട്ട് ഡബിൾ ബാർ ആണ്. എടാ എൻ്റെ പൊന്ന് ഗൈസ്. ഓക്കെ അവൻ പോസ് ചെയ്ത് നമുക്ക് എന്തായാലും സബ് ഇറക്കാം നമ്മുടെ. ഓക്കെ പെലെ ഫോമാണ്, സുര ഫോമാണ്, നെയ്മർ ഫോമാണ് ഗൈസ്. എന്തായാലും 8 എടുക്കട്ടെ, സുര എടുക്കട്ടെ, പെലെ അപ്പുറത്ത്. എടാ നെയ്മറിനെ ഇവിടെ ഇറക്കിയിട്ട് പെലേനെ അപ്പുറത്തിട്ടാലോ. നെയ്മറിനെ ഇങ്ങോട്ട് ഇടാം. ഓക്കെ സെറ്റ്, അത് മതി. നെയ്മർ ലെഫ്റ്റ് വിങ് ഫോർവേഡ് ആക്കിയിട്ട് പിന്നെ നമുക്ക് ലിങ്ക് പ്ലേ കൊടുക്കാം. ഓക്കെ സുരയ്ക്ക് വെക്കാം. സുരയല്ലേ? സുരയ്ക്ക് വെക്കാം, സുര മതി. ഓക്കെ ഗൈസ്. സോ എന്തായാലും നമുക്ക് നോക്കി നോക്കാം.
എടാ ഓൻ ഡബിൾ ബാർ ഡിഫൻസ് ഇട്ട് എന്താണിത്? സെനോണി സ്പോർട്സ് കുറച്ച് വിഷയം എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ വിചാരിച്ചില്ല മാതിരി. അല്ല ജയിക്കാൻ വേണ്ടിയിട്ടാണ്, അത് വേറെ കാര്യം. ഈ പണ്ടാറായി ഡബിൾ ബാറിന് എന്തെങ്കിലുമൊക്കെ ഇതാക്കണം. ശരി, പ്രൊഫഷണൽ ഈ ഫുട്ബോൾ ഇതിലൊക്കെ ഡബിൾ ബാറിന് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടല്ലോ. ഓക്കെ, സുവാരസ് ആണ്. ആൻഡ് എടാ അശേ പോയില്ല. ഓക്കെ, വേണ്ടേ ആൻഡ് ഇറ്റ്സ് നമ്മുടെ അടുത്തുണ്ട് സാബി. എട്ടോ സാബിക്ക് വെച്ചിട്ടുണ്ട്. സാബിയാണ് ഗൈസ്. ഓക്കെ നൈസ്. സാബി ടു എടാ അശേ സൂര്യക്ക് എത്തിയില്ല. കോസ്റ്റക്കോട്ടയാണ് ഗൈസ്. ഞാൻ ലോഫ്റ്റ് അടിച്ചു. ഗ്രീസ്മാൻ ആയിട്ട് എഡിയുടെ കോസ്റ്റക്കോട്ടെ ആയില്ല. ഓക്കെ, റൂമിനിങ്. ഓക്കെ, ഗ്രീസ്മാൻ ആണോ എൻ്റെ? എടാ പിർലോ. ഓക്കെ, നമ്മുടെ അടുത്തുണ്ട് സുര. ഓക്കെ, സുരയാണ്. ത്രൂ വയ്ക്കാം. എടാ ഫുള്ള് ബ്ലോക്കടാ, മിസ് പാസും ബ്ലോക്കും. ഓക്കെ, ലോഫ്റ്റർ വീണ്ടും കളിച്ചിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് റൂമിനിങ് ആണോ എൻ്റെ? സുവര ഭാഗ്യം രക്ഷപ്പെട്ട്. എടാ എന്താടാ ഇത്? എടാ നമുക്ക് ഇറങ്ങാൻ പറ്റുന്നില്ലല്ലോ. സുവാരസ് ആണ് ഗൈസ്. ഓൻ്റെ തന്നെ വീണ്ടും കോർണർ. അവൻ ലാസ്റ്റ് മിനിറ്റ് ആയപ്പോൾ നൈസായിട്ട് ഡബിൾ ബാറൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. വീണ്ടും ഇട്ടുണ്ട്, പേടിക്കണ്ട. ഞാൻ വിചാരിച്ചത് നന്നായിന്ന്. ഓക്കെ, സാബിയാണ്. അല്ല നമ്മുടെയാണ് സാബി. ഓൻ്റെ ഗ്രീസ്മാൻ. ആൻഡ് ഇറ്റ്സ് റൗൾ. ഓക്കെ, കോസ്റ്റക്കോട്ടെ. ആൻഡ് ഇറ്റ്സ് ഡിക്സൺ. ഓക്കെ, നമ്മൾ എടുത്തിൻ്റെ എട്ടോ. ഓ ഗുഡ് ഡിഫെൻഡിങ്. അതൊക്കെ ഡിഫെൻഡിങ് ആ മാച്ചപ്പ് എടുത്ത് കളയണായും തന്നെ. ഓക്കെ, നെസ്റ്റ ആൻഡ് നെയ്മറാണ് ഗൈസ്. ഓക്കെ, എട്ടോ. സുവാരസ് ആൻഡ് ഇറ്റ്സ് പെലെ. കട്ട് ബാക്ക് വെക്കാം. ഓക്കെ, സുവാരസ്. എടാ പൊണ്ടോറസ്റ്റ ഡബിൾ ബാറിൽ ഭേദിച്ച് കയറിയതാർന്നു. ബട്ട് അവസാനം അവിടെ വീണ്ടും ബ്ലോക്ക് ഗൈസ്. ലോസ്, ഫസ്റ്റ് ലോസ് ഈ ടൂർണമെൻറ്റത്തെ. 6 ഷോട്ട് 4 ടാർഗറ്റ്, 7 ഷോട്ട് 5 ടാർഗറ്റ്. അമ്മടാ പക്ഷെ പന്നി ഡബിൾ ബാർ ഡിഫൻസ് ആർന്നടാ ഫുള്ള്. ഒന്നും പറയണ്ട. ഇതാണ് കേട്ടോ സെനോൺ അവധൂത്ത്. എടാ എന്താണ് ഇമാതിരി ഒരു നമ്മ പറഞ്ഞിട്ട് കാര്യം. എന്തായാലും ഇങ്ങനത്തെ നാരികളൊക്കെ എക്സ്പോസ് ചെയ്യണം, വേറെ കാര്യം. ഇതെന്താണ് ഒരുമാതിരി ഫുൾ ടൈം ഇതിട്ട് റേറ്റിംഗ് ഒക്കെ അണ്ണനാണ് അവൻ്റെ മാൻ ഓഫ് ദി മാച്ച്. നമ്മുടെ തന്നെ കുഴപ്പമില്ലാണ്ട് കളിച്ച് ഫുൾ ടൈം ഒക്കെ ഇമാതിരി പരിപാടിയാണ്. ഫുൾ ടൈം ഒരു മുക്കാ കളി അവൻ ഫുൾ ബാർ ഡിഫൻസ് തന്നെ ഇട്ട്. ഇത് ഫസ്റ്റത്തെ ഗോൾ. ഇത് ഈ ഫേക്കിൽ ഞാൻ പോയി ഇഷ്ടാ. ഫേക്കിൽ അത്ര ഡിസ്റ്റൻസ് ഉണ്ട്, പിന്നെ എങ്ങനെ ഒരു റൺ എടുത്ത് പോവുക അവിടെ നിന്ന്. അത് നമ്മുടെ കോർണറിൽ അവന് ഗോളടിച്ച്. ഷേ സീതോർഫിനും തൂറത്തിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. റൊണാൾഡോ നൈസായിട്ട് ഫിനിഷ് ചെയ്ത്. ഇത് പിന്നെ റൂമിയുടെ. ഇത് റൊണാൾഡോ അടിച്ച് നമ്മൾ ബ്ലോക്ക് ഇട്ട് നേരെ മെസ്സിയുടെ തല. മെസ്സിയുടെ അസിസ്റ്റ്, റൂമിയുടെ ഗോള്. ഷേ എന്നാലും ഒരുമാതിരി പരിപാടി. ഡബിൾ ബാർ ഇട്ട് ഒരുമാതിരി മൂഞ്ചിച്ചവൻ. ഡബിൾ ബാർ ഇട്ടില്ലെങ്കിൽ ഒരു നമുക്ക് പിടിക്കാൻ. എന്നാലും നമ്മൾ അച്ചാക്കി ഇത് കയറി തന്നെയായിരുന്നടാ. ഇത് പിന്നെ ഗോളിയുടെ നൈസ് സേവ് ആയിരുന്നത്. ഡയറക്റ്റ് ഇത് ഗോൾ കീപ്പർ ആയതുകൊണ്ട് രക്ഷപ്പെട്ട്, അല്ലേ പണി പാളിയായിരുന്നു. ഇത് സിദോർഫ്. ഇത് അമ്മ അടിച്ചത്. ഇത് ബ്ലോക്ക് വന്നാ ഫേക്ക് ഷോട്ട് അടിച്ച്. അതായത് നമ്മുടെ ഗോള്. അത് ഭാഗ്യമുണ്ട്, കറക്റ്റ് ടൈമിങ്ങിന് റൺ എടുത്തു റൊണാൾഡോ. അതിനെ കയറിൽ വെച്ച് ഗോളി കയറി വന്നപ്പോൾ ചാവുമാവും വിചാരിച്ചായിരുന്നു. എന്താ പറ്റി രക്ഷപ്പെട്ട്. സോ 2-1 എന്തായാലും ലോസ് ആയിട്ടുണ്ട് ഗൈസ് അഗേൻസ്റ്റ് ആ ഡബിൾ ബാർ. ഒപ്പം ഇതായിരുന്നറ ലാസ്റ്റ് മിനിറ്റ് കട്ട് ബാക്ക് കുറച്ച് വെച്ച്. ബട്ട് അവിടെ റൈറ്റ് കാർഡ്. രക്ഷയില്ല മോനെ, കോട്ട പൊളിക്കാൻ പറ്റിയില്ല. ഇറ്റ്സ് ആൻ ഹാർട്ട് ബ്രേക്ക് ആൻഡ് ലോസ്. അപ്പോൾ എന്തായാലും ഈ കളി നമ്മൾ തോറ്റി ഗൈസ്. ടീമത്തെ ബാക്കിയുള്ളവരൊക്കെ സേഫ് സ്കോറാണ് തോന്നുന്നുണ്ട് എനിക്ക്. എന്തായാലും ഞാൻ മാത്രം തന്നെ പൊട്ടിയുള്ളത് തോന്നുന്നുണ്ട്. കുഴപ്പമില്ല, നല്ല കളിയായിരുന്നു. എന്തായാലും കളീനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്തിട്ടോ ഗൈസ്. പക്ഷെ എന്നാലും ഓൻ ഡബിൾ ബാർ ഇട്ട്. ഡബിൾ ബാർ കുഴപ്പമില്ല, പോട്ടെ. ഇതിപ്പോൾ എന്താ സ്മാർട്ട് ടെസ്റ്റ് ഒന്നല്ലല്ലോ ഡബിൾ ബാർ ലൈറ്റ്സ് ഗെയിമിൻ്റെ. അല്ല ഇപ്പോൾ ഡബിൾ ബാറിൻ്റെ സ്മാർട്ട് ടെസ്റ്റും വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നുന്നില്ല. സ്മാർട്ട് ടെസ്റ്റ് ഡബിൾ ബാർ ഗെയിമിലുള്ള തന്നെയാണ്. ബട്ട് ഡബിൾ ബാർ ഈ ഫുൾ ടൈം ഇട്ട് കളിക്കണത് ഞാൻ പറയാം ഒരു 70 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പോട്ടെ വയ്ക്കുക ഇതായിട്ട്. ബട്ട് ഇതിപ്പോൾ ഹാഫ് ടൈമിൽ ഒരു ഇതില്ലാണ്ട് ഇട്ടിട്ട് ഞാൻ സത്യം പറഞ്ഞു ഞാൻ ഈ സാധനം ഉപയോഗിക്കാറില്ല. ഓക്കെ, ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. ഞാനിപ്പോൾ സ്മാർട്ട് ടെസ്റ്റ് ആയിക്കോട്ടെ ഡബിൾ ബാർ ആയിക്കോട്ടെ ഞാനിതൊന്ന് യൂസ് ചെയ്ത്. ഞാൻ ഡബിൾ ബാർ ഒന്ന് തൊട്ട് വെക്കാനും കൂടിയില്ല. അമ്മാതിരി ഇതാ കുറേ പേരിൻ്റെ അടുത്ത് പറയാറ് നമ്മുടെ ടൂർണമെൻറ്റ് കളിക്കുമ്പോൾ അഡ്മിൻസും കാര്യങ്ങളൊക്കെ പറയാണ്ട് ഫസ്റ്റ് ടച്ചിനൊക്കെ ഡബിൾ ബാർ ഇട്ടത്. എനിക്കെന്താറില്ല, എനിക്കതൊന്നും ഇടാൻ തോന്നാറില്ല മെയിനായിട്ട്. അത് പലരും പേഴ്സണൽ ഒപ്പീനിയൻ ആണല്ലോ ഇടുന്ന കാര്യങ്ങളൊക്കെ. എന്തായാലും നിങ്ങൾ ഡബിൾ ബാറിനെതിരാണോ? പക്ഷേ ഡബിൾ ബാറിനെതിരായിട്ട് ഞാൻ പറയുന്നില്ല. കാരണം ഇന്നിപ്പോൾ ഒരു ടൂർണമെൻറ്റ് ഫൈനൽ കളിക്കുകയാണ്, ഇത് കളിക്കുകയാണെങ്കിൽ ഒരു അവസാനത്തെ ഒരു 20 മിനിറ്റ് വെച്ചാൽ ഒരു 70 മിനിറ്റ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു 80 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫുൾ ഡബിൾ ബാർ ഇട്ട് പോട്ടെ. കാരണം അത് നമ്മളത്ര റെസ്ട്രിക്ഷൻ വെച്ച് നമ്മൾ ഇതാക്കണം. ഇത് തുടക്കം മുതലേ ഡബിൾ ബാർ ഇട്ട് ഒരുമാതിരി മൂഞ്ചൽ ഒരുമാതിരി അവസ്ഥ. ഇത് എന്തായാലും പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞ് നമ്മൾ പൊട്ടിയതിൻ്റെ കരച്ചില്ല, അത്രേ ഉള്ളൂ.
സോ ഗൈസ് എന്തായാലും ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇതൊക്കെയാണ് ഗൈസ്. വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.